ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റും ഇത് പല പല പ്രശ്നങ്ങളിൽ ഡിപ്രഷനിലേക്ക് പോണത്, എന്താ പറയാ, കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഈ സ്ട്രെസ് കാരണം പല ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും ശരിക്കും പറഞ്ഞൊരു പോംവഴിയാണ്. നമ്മൾ ഓരോ സാഹചര്യത്തിനെ നമ്മൾ എങ്ങനെ കാണണു എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. നമ്മൾ ഓരോ സാഹചര്യത്തിന് ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ശരീരത്തിന്റെ വയ്യായി അല്ല. സ്ട്രെസ് എന്ന് പറയുന്ന ശരീരത്തിന്റെ നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു എന്നുള്ളതാണ് സ്ട്രെസ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അതിനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം, അത് നെഗറ്റീവായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യണതും നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് അത് മുഴുവൻ മുമ്പോട്ട് പോകണം. അപ്പൊ നമുക്ക് പറയാം, ഒരു ഇരുട്ടിലേക്ക് പോണ ഒരാള് അല്ലെങ്കിൽ ഒരു വെള്ളത്തില് നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നൊരു വെള്ളത്തിൽ കൂടെ പോകേണ്ട ഒരു വ്യക്തിക്ക് ഒരു വെള്ളത്തിൽ പോവാൻ പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ അത് ചിലപ്പോൾ അയാൾ എൻജോയ് ചെയ്ത് പോകും. പക്ഷെ ഒരു വെള്ളത്തിൽ കൂടെ പോണത് പേടിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാവില്ല. ആ സമയത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. പക്ഷെ ആ സമയത്ത് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ സാഹചര്യം ഉത്തരവാദിത്വത്തോടുകൂടെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. കാരണം അവിടെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടപ്പോൾ നമുക്കറിയാം, കൊറോണ സമയത്ത് നമ്മളിത് കുറെ കണ്ടത്. എവിടെയോ കിടന്ന കാര്യങ്ങളെ പറ്റി പോലും ടെൻഷൻ അടിച്ച ആൾക്കാരുണ്ട്. എവിടെയൊക്കെയോ, അതായത് കൊറോണ വന്ന കൊല്ലം മുതൽ ഒന്നോ രണ്ടോ കൊല്ലം നമ്മളെല്ലാവരും പെട്ടുപോയെങ്കിലും അത്രയും കാലം കൊറോണ വരുമോ പുറത്തിറങ്ങാൻ പേടി, ആൾക്കാർ വന്നാൽ പേടി, സാധനം കൊണ്ടുവന്നാൽ പേടി, എന്തൊരു സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഹാപ്പി ഹോർമോണാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഓക്സിറ്റോസിൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനാണ് നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ഈ കുറച്ച് ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാണ്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഇവിടെ കാഴ്ചപ്പാട് മാറ്റുക എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ ഇപ്പൊ ഇങ്ങനെ നേരെ കാണുന്നത് എന്റെ സൈഡ് ആംഗിളിൽ നിന്ന് കാണുമ്പോൾ ടോട്ടലി വേറൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലെ കാഴ്ചപ്പാടുകൾ, ആ സാഹചര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാനോ കാഴ്ചപ്പാട് മാറ്റാനോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ചില കേസസിൽ നമുക്കറിയാം, നമുക്ക് ചില റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ കുറവുകൾ കൊണ്ടാവാം ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ആവണം. ഇപ്പൊ ഒരു ഇന്ന സമയത്തിനുള്ളിൽ ഒരു പണി തീർത്ത് കൊടുക്കാനായിട്ട് കമ്പനിയിൽ നിന്ന് ഓർഡർ ഉണ്ട്. ആ ഇന്ന സമയത്തിനുള്ളിൽ പണി തീർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ആകെയുള്ള ടെൻഷൻ ആ ടൈമിനുള്ളിൽ എങ്ങനെ തീർക്കുന്നുള്ളതിനെ ബേസ് ചെയ്ത് ടെൻഷൻ അടിച്ച് അത് ഉള്ളതും കൂടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വം എങ്ങനെ ടൈം മാനേജ് ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അവിടെ പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെ മാനേജ് ചെയ്ത് ആ ടൈമിന് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ വേണ്ടാത്ത പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോയാൽ തന്നെ നമുക്ക് ഈ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അത് കൺട്രോൾഡ് ആക്കാൻ പറ്റും. സ്ട്രെസ് വന്നു കഴിഞ്ഞാലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉത്കണ്ഠ, ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ മെമ്മറി ലോസ് പോലത്തെ വരാം, ഉറക്കക്കുറവ്, BP കൂടുക, ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇതിനോട് ആഡഡ് ആയിട്ട് വരണ ചില ഏജൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, ഫിസിക്കൽ എക്സസൈസ് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഭക്ഷണ രീതി ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ റിലാക്സ് ചെയ്യാണ്ട് എപ്പോഴും നമ്മൾ ഫുൾ വർക്കില്ലാത്ത പോകുമ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ടൈം നമുക്ക് വേണ്ടി കണ്ടെത്തണം. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, നമ്മളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം നമ്മളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മളെ ഒന്ന് എന്താ പറയുക, ഒരു ശ്രദ്ധ നമുക്കും കൊടുക്കണം. കാരണം നമ്മൾ ഈ ഓടണ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് ക്യാമറ വെച്ചിട്ട് കുറച്ചു നേരം നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ. അപ്പൊ നമുക്കറിയാം ചില സമയത്ത് നമുക്ക് ഒരു ഓട്ടോ പൈലറ്റ് എന്താ പറയാ, ഒരു രീതിയുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണത്. വണ്ടി ഓടിക്കുന്ന ആള് ബ്രേക്ക് ഇടുന്നതോ അല്ലെങ്കിൽ ഗിയർ ഇടുന്നതോ ഒക്കെ അത് അടുത്തത് ബ്രേക്ക് ഇടണം, അടുത്തത് ഗിയർ ഇടണം, അടുത്ത ഫസ്റ്റ് ഗിയർ, അങ്ങനെ ആരും കോൺഷ്യസ് ആയിട്ട് ചെയ്യണതല്ല. അത് ഓട്ടോമാറ്റിക്കലി വരുന്ന കുറെ ശീലങ്ങൾ നമുക്കുണ്ട്. അതേപോലെ രാവിലെ എണീറ്റ നേരെ ഫോൺ നോക്കണ ചില ആൾക്കാരുണ്ട്. രാവിലെ എണീറ്റ നേരെ കയ്യിൽ നോക്കി സരസ്വതി മന്ത്രമൊക്കെ ചൊല്ലുന്ന ആൾക്കാരുണ്ട്. ചിലവർ എണീറ്റ് കുറച്ചു നേരം നിന്ന് കണ്ണടക്കും. ഇതൊക്കെ രാത്രി ഉറങ്ങുമ്പോഴേ പ്ലാൻ ചെയ്യണതല്ല, രാവിലെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ശീലം, നമ്മൾ അൺകോൺഷ്യസ് ബിഹേവിയർ ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് നമുക്ക് കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഒരു ഷർട്ട് ഇടുന്ന ആള് അതിൽ ഷർട്ടിന്റെ ബട്ടൺ മോളിൽ നിന്ന് ഇടുന്ന ഒരു ശീലാന്നുണ്ടെങ്കിൽ അയാള് വേറെ എന്തെങ്കിലും ഓർമ്മയിൽ ഇടുകയാണെങ്കിൽ അയാൾ ആ രീതിയിൽ തന്നെ ഇടുള്ളൂ.
നമുക്ക് ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നമ്മുടെ കയ്യിൽ തന്നു, നമ്മൾ വേറെ ഫോണിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും, ആ സാധനം കൊണ്ട് അവിടെ വെച്ചു. പക്ഷെ ഈ സാധനം വാങ്ങി വെച്ചോ എന്നുള്ള ഓർമ്മ പോലും നമ്മുടെ മനസ്സിൽ പോയിട്ടുണ്ടാവില്ല. നമ്മളൊരു അതൊരു എന്താ പറയുക, യാന്ത്രികമായിട്ട് നമ്മൾ ആ കാര്യം അവിടെ ചെയ്തു. പക്ഷെ നമ്മൾ അത് ഈ പിറ്റേ ദിവസം ആ സാധനം എവിടെയെന്ന് നോക്കിയപ്പോൾ അയ്യോ എന്റെ തന്നിരുന്നു, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ തന്നെ ആയിരിക്കും കൊണ്ടുവച്ചത്. കാരണം അത്രയും നേരം നമ്മളല്ല, നമ്മുടെ മനസ്സ് അവിടെ ഇല്ല, എവിടെയോ ആണ്, വേറെ എന്തൊക്കെയോ ടെൻഷനിൽ, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളിലായിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കണതൊന്ന് ആസ്വദിച്ച് കഴിക്കുക, ചെയ്യണ ജോലികളൊന്ന് ആസ്വദിച്ച് നമ്മൾ അതിനകത്ത് ഫുൾ മനസ്സിട്ടിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ എക്സാം വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സാണ് കുട്ടികൾക്ക്. ഒരു പരിധി വരെ ഈ സ്ട്രെസ് നല്ലതാ. കാരണം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഈ സ്ട്രെസ്. അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ടും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിന് നമുക്ക് ഈ സ്ട്രെസ് നല്ലതാ. പക്ഷേ നമ്മൾ അടുത്തുള്ള ആളെക്കാളും കൂടുതൽ വാങ്ങണം, മറ്റവരെക്കാളും ഞാൻ ബെറ്റർ ആവണം, ഞാൻ തന്നെ ഫസ്റ്റ് ആവണം, ഇങ്ങനത്തെ ഒരു ഫോക്കസിലുള്ള സ്ട്രെസ് ആയാൽ അതൊരു നെഗറ്റീവ് സ്ട്രെസ്സാണ്. കാരണം അവർ വിചാരിച്ച ഒരു പെർഫോമൻസ് അവർക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്ത രീതിയിലുള്ള ഡിപ്രഷനിലേക്കോ വല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലേക്കോ പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതൽ. അപ്പൊ നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കലാണ് പ്രശ്നം. സ്ട്രെസ് ആണെന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ല, നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം അതിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ നമ്മളൊരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ ഉള്ളിൽ കിടന്ന് ഓടിയിട്ട് വല്ല കാര്യമുണ്ട്? നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിനകത്ത് നിന്ന് ഞാനിരുന്ന് ഓടുക എവിടെയോ എത്താൻ, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ മാക്സിമം എന്താ പറയാ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാനുള്ളത് നമ്മൾ നോക്കുക. നമ്മളിപ്പോ വല്ലാണ്ട് എനർജി ഒക്കെ പോയി നമ്മൾ എന്താ പറയാ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരാജയത്തിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആകെ ഒരു തകരണ സമയം അങ്ങനെ ഒരു ഫീല് നമുക്ക് വരികയാണെങ്കിൽ ഒരു മരത്തിനെ ആലോചിച്ചാൽ മതി. ഒരു മരം അതിന്റെ എല്ലാ ഇലകളും ഒരു സമയത്ത് പൊഴിഞ്ഞു പോകും, പക്ഷെ അത് തലയെടുപ്പോടുകൂടെ അവിടെ തന്നെ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നത് പുതിയ പുതിയ ഇലകൾ വരണതിനെ വെയിറ്റ് ചെയ്ത്, അത് അങ്ങനെ ഒരു സീസൺ, അത് അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ നമുക്കും ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് അല്ലെ? അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ അവിടെ ജീവിതം തീർന്നു എന്നുള്ളതിന്റെ മുകളിലല്ല നമ്മൾ പോകേണ്ടത്. അത് നമുക്ക് അടുത്തൊരു വലിയ ഉയർത്തെണീക്കലിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. എല്ലാ ദിവസവും നമുക്കൊരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മളൊരു പീസ്ഫുൾ ലൈഫ് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മളാ തീരുമാനിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ചെയ്ത് തീരണ വരെയും അത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുള്ളൂ. ഏതൊരു കാര്യം അത് നേടിയെടുക്കണ വരെയോ ചെയ്ത് തീരണ വരെയോ അത് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. പക്ഷെ അതല്ല, നമ്മുടെ പ്രയത്നവും നമ്മുടെ മനസ്സും അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് നടക്കാവുന്ന കാര്യങ്ങൾ. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇന്ന് നമ്മള് എന്താ പറയാ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന എക്സ്പെക്ട് ചെയ്ത് തന്നെ പോവുക. കാരണം നമ്മളൊരു കാര്യം നമ്മുടെ പഴയ ഇന്നലെ എന്തായിരുന്നു എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം എന്താണോ രാവിലെ എണീറ്റ് അത് എന്താണെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുള്ളൂ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമ്മൾ വേണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലകളെ നമ്മൾ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ ഹേർട്ട് ചെയ്യാനോ നമ്മളെ വേദനിപ്പിക്കാൻ മാത്രമേ ആ പിടി വിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് നമുക്ക് സന്തോഷത്തോടുകൂടിയോ സമാധാനത്തോടെയോ സ്ട്രെസ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് സ്ട്രെസ് എന്താ പറയാ നമുക്ക് വന്നു കഴിഞ്ഞാല് അത് എവിടെയോ നമ്മളെ പിടിച്ചു നിർത്തണ പോലെയാണ്, നമ്മളെ മുമ്പോട്ട് പോകാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രെസ് നമുക്ക് സംഭവിക്കണതല്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആ ഒരു ഭാഗം നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ റെസ്പോൺസ്, ഓരോ സിറ്റുവേഷനിലോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണതിനകത്താണ് ഒരു കറക്ഷൻ നമ്മൾ വരുത്തേണ്ടത്. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ബോധപൂർവം നമ്മൾ അത് ശ്രദ്ധിച്ചൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നമ്മളൊരു എന്താ പറയാ നമ്മൾ ഒരു കുതിരയില്ലേ എന്താണ് കുഞ്ഞുങ്ങളിരുന്ന് ഇങ്ങനെ ആടണ പോലത്തെ അതുപോലെ ഈ സ്ട്രെസ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം തന്നു എന്ന് മാത്രം എങ്ങും നമ്മളെ കൊണ്ടുപോകാൻ പോണില്ല. നമുക്ക് സ്ട്രെസ്ഫുൾ ആവാനുള്ള ഒരു ചാൻസ് തന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തേക്കും അത് എത്തിക്കാൻ പോണില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഒരു ആക്സിലേറ്റർ പോലെയാണ്. അത് നമ്മളെ മുമ്പോട്ടും കൊണ്ടുപോകും പുറകോട്ടും നല്ല സ്പീഡിൽ കൊണ്ടുപോകും. അത് മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ളത് നമ്മളാണ് അതിന്റെ തീരുമാനം എടുക്കണം. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ്, ആ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുമ്പിലുള്ള സ്ട്രെസ്സിനെ, ഒരു നെഗറ്റീവ് സ്ട്രെസ്സിനെ പോസിറ്റീവ് ആക്കാനും നമ്മൾ വിചാരിച്ചാലും നടക്കും. അപ്പൊ ഈ ഒരു ചുമട് കൊണ്ടുപോകുന്ന ഒരാള് ആ ചുമടിന്റെ വെയിറ്റ് അല്ലെങ്കിൽ അത് ഭയങ്കര ഹെവിയാന്ന് തോന്നിക്കണത് അയാളത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാ. വലിച്ചു വാരി കുറെ കുടം അവിടെ എന്താണ് തോളിലും കഴുത്തിലും തലയിലും കയ്യിലും ഒക്കെ പിടിച്ചോണ്ട് പോണതും അടിക്കടിക്ക് തലയിൽ വെച്ചുകൊണ്ട് പോണ കണ്ടിട്ടില്ലേ? ഇത് രണ്ടും തമ്മിലുള്ള ലോഡ് നമുക്ക് നോക്കുമ്പോൾ അവർക്ക് മറ്റവർക്ക് എന്ത് ഈസി, ഇയാൾ എന്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ട് പോകണം. അപ്പൊ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു ഡയമണ്ട് ആണെങ്കിലും അത് ഒരിക്കൽ ഒരു കരിക്കട്ടയായിരുന്നു നമുക്കറിയാം. ആ കരിക്കട്ടയിൽ ഇരുന്നുകൊണ്ടിട്ടാണ് അതിന്റെ സ്ട്രെസ്സിനകത്ത് ഇരുന്ന് അവൻ നന്നായതാണ് ഒരു ഡയമണ്ട് ആയിട്ട് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പറയാ ഒരു മെഡിറ്റേഷനിലേക്ക് നമുക്ക് ഒന്ന് പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ രാവിലെയും രാത്രിയും ഒന്ന് അവനവന്റെ നമ്മളിലേക്ക് ഒന്ന് തിരിയാം. ആ ശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് അതിലേക്ക് തിരിഞ്ഞ് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടെ നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് അതൊരു വഴിയായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഇന്ന് സമയം 1 മിനിറ്റും കൂടെ ഉള്ളൂ, 1 മിനിറ്റ് ഇല്ല. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോണതിന് മുമ്പ് ഒന്നും കൂടെ കട്ടിൽമേ ഇരുന്ന് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു ഒരു 5 മിനിറ്റ്. ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.